ഗംഗയിൽ നിന്നും യമുനയിൽ നിന്നും പുണ്യജലം, രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണൽക്കല്ലുകൾ, രാമായണ മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ സുപ്രധാന നിമിഷങ്ങൾ ചിത്രീകരിക്കുന്ന ഗോപുരങ്ങൾ. അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. ക്ഷേത്രത്തിന്റെ ഇരുവശത്തും ഇന്ത്യയിൽ നിന്ന് വലിയ പാത്രങ്ങളിൽ കൊണ്ടുവന്ന പുണ്യജലമാണ് ഒഴുകുന്നത്. ഗംഗയിൽ നിന്നുള്ള വെള്ളം ഒഴുകുന്ന ഭാഗത്ത് ഘാട്ടിന്റെ ആകൃതിയിലുള്ള ഒരു ആംഫി തിയേറ്റർ നിർമ്മിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് ഇരിക്കാനും ധ്യാനിക്കാനും വാരണാസിയിലെ ഘാട്ടിനോട് സാമ്യമുള്ളതാണിത്. ക്ഷേത്രത്തിലേക്ക് കല്ലുകൾ കയറ്റിക്കൊണ്ടുപോയ മരത്തടികളും പാത്രങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ഫർണിച്ചറുകൾ മറ്റൊരു ആകർഷണമാണ്. ദുബായ് അബുദാബി ഷെയ്ഖ് സായിദ് ഹൈവേയിൽ അൽ റഹ്ബയ്ക്ക് സമീപം അബുമുറൈഖയിലെ 27 ഏക്കർ സ്ഥലത്ത് BAPS സ്വാമിനാരായണൻ സംസ്ഥയാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരായ കരകൗശല വിദഗ്ധർ 25,000-ലധികം ശിലകൾ കൊണ്ട് നിർമ്മിച്ച മണൽക്കല്ലിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന അതിമനോഹരമായ മാർബിൾ കൊത്തുപണികളാണ് ക്ഷേത്രത്തിന്റെ മുൻവശത്ത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിനായി 700-ലധികം കണ്ടെയ്നറുകളിലായി 2 ലക്ഷം ക്യൂബിക് അടിയിലധികം കല്ലുകൾ എത്തിച്ചിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.